ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി LDC എക്സാം എഴുതുന്ന LDCയുടെ റിവിഷൻ ക്ലാസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി LDC എക്സാം എഴുതുന്ന നമ്മുടെ കണ്ണൂരായിക്കോട്ടെ ബാക്കി ജില്ലകളിൽ എഴുതുന്ന നമ്മുടെ ചെങ്ങായിമാർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ് നമ്മളിന്ന് എടുക്കുന്നത്. അതായത് ഇന്ന് ബേസ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ തിരുവനന്തപുരം ക്വസ്റ്റ്യൻസും അത് വന്നത് ഏത് SCRT ചാപ്റ്റർ വെച്ചാണെന്ന്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ഏത് ചാപ്റ്റർ വെച്ചാണെന്നും ആ ചാപ്റ്റർ മൊത്തം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് ഇന്നത്തെ റിവിഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. തിരുവനന്തപുരം LDCയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അപ്പം ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത ഉണ്ടോ? ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ശരിയായ വസ്തുത ഏതാണെന്ന് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ ആണ് അധ്യക്ഷൻ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ ആണ് അധ്യക്ഷനായിട്ട് വരുന്നത്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരണ കമ്മിറ്റി, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1946 ആഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ശരിയായിട്ട് വന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മളുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന്, അതായത് ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മുടെ ഇനി എഴുതാൻ പോകുന്ന LDC എഴുതാവുന്ന കൂട്ടുകാർക്ക് ചങ്ങായിമാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് നോക്കാം. ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് പോയിട്ട് നമ്മൾ നോക്കിയിട്ടേ പോകത്തുള്ളൂ. അതാണ്ട അധ്യായം 7 10ാം ക്ലാസ്സിലെ ടെസ്റ്റാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അതിൻ്റെ ഫസ്റ്റ് തന്നെ കോട്ട് കൊടുത്തേക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോട്ടൊക്കെ. അതെന്താണെന്ന് നോക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യയെ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. അപ്പം നാളെ PSCക്ക് ചോദിക്കാം, ഇങ്ങനെയുള്ള ഇതാര് പറഞ്ഞ വാക്ക്, ആരുടെ വാക്കുകളാണെന്നൊക്കെ PSC ചോദിക്കാം. അപ്പോൾ ആരുടെയാണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ് ഇതെല്ലാം. ഒന്നുകൂടെ പറയാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യയെ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും എന്ന് പറഞ്ഞതാരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. രവീന്ദ്രനാഥ ടാഗോർ 1941 നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിലൂടെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത്. ജസ്റ്റ് നോക്കി വെച്ചോ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കേണ്ടി വരും, ദുരിതപൂർണമായ ഇന്ത്യയായിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുന്നതെന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ അതിനകത്ത് തന്നെ ഒരു അഭയാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിന് താഴെ വരുമ്പോൾ ഒരു ബോക്സിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ട്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. പ്രീവിയസ് ആയിട്ട് എല്ലാ എക്സാംസിനും പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആര് പറഞ്ഞ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണേ. അതുപോലെ തന്നെ ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റു മരിച്ചു. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്, അത് ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനമൊക്കെ ഇതിനകത്ത് തന്നിട്ടുണ്ട്. മെയിനായിട്ടുള്ളത് മാത്രം നമുക്കൊന്ന് പഠിച്ചു പോകാം. വിഭജനം സിനിമയിൽ എന്ന് പറഞ്ഞ് ബോക്സിൽ തന്നിട്ടുണ്ട്. ബോക്സിൽ തന്നിരിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋതിക് ഹട്ടക്കിൻ്റെ മേഘേ ദാഖാദാര, അതുപോലെ തന്നെ MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്,
പമേല റുക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. അപ്പം ഈ പമേലു റുക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് ചോദിക്കും. പിന്നെ നമ്മൾ VP മേനോനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. VP മേനോനെ കുറിച്ച് ബോക്സിൽ തന്നെ ആയിട്ടുണ്ട്, അതിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. VP മേനോൻ എന്താണ്? VP മേനോൻ 1894 ഓർത്ത് വെച്ചോണേ, 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി കേട്ടോ. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി ഇദ്ദേഹം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കു വഹിച്ചു കേട്ടോ. അതുപോലെ തന്നെ 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. അപ്പം ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് നമ്മുടെ VP മേനോൻ. അപ്പോൾ VP മേനോൻ്റെ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. ബോക്സിലാണ് നമ്മുടെ സ്കൂൾ ടെസ്റ്റ് തന്നിട്ടുള്ളത്. അടുത്തത് നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ അധിനിവേശ പ്രദേശവും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷവും. ഇത് നമ്മൾ സ്ഥിരം അറിയുന്ന കാര്യം, എന്നാലും ഒന്നുകൂടെ പറയാം. രാജ്യം ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം കേട്ടോ. അപ്പോൾ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം കേട്ടോ. നമുക്കറിയാം നമ്മുടെ കേരളത്തിനടുത്തുള്ള മാഹിയും പോണ്ടിച്ചേരിയുടെ കേന്ദ്രഭരണ പ്രദേശമാണ്, അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയന് ചേർക്കപ്പെട്ട വർഷം എന്നാണ് 1954 ഫ്രാൻസിൽ നിന്ന്. അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു? ഗോവ, ദാമൻ ദ്വീപ് കേട്ടോ. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. ഇനി ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തെരഞ്ഞെടുപ്പും തന്നിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിന് അടിത്തറയായത് ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതായത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നു കണ്ടോ? അതുപോലെ തന്നെ നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശാഭിലാഷങ്ങളുടെയും പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്ക് ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലായിരുന്നു. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊണ്ടു കേട്ടോ. പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണമൊക്കെ സ്കൂൾ ടെസ്റ്റ് തന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ വേണമെന്ന് ഫസൽ അലി കമ്മീഷൻ ഒരു മിനിറ്റ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ കമ്മീഷനാണ്. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷൻ്റെ ഇതാണ് ഞാൻ ആദ്യം മുതൽ പറയാം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ കേട്ടോ. ഫസൽ അലിയാണ് ഈ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. HN കുൻസ്രു, അതുപോലെ തന്നെ മലയാളിയായ KM പണിക്കർ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ, ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയ ഒരു പഠന വിഭാഗം തയ്യാറാക്കുമെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നീട് പല ഘട്ടങ്ങളായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറിയും ഉണ്ട് കേട്ടോ. സ്കൂൾ ടെസ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്.
സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്തന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. പിന്നെ ഇതിനകത്ത് വരുമ്പോൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ബോക്സിൽ തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളും ആയിരുന്നു കേട്ടോ. പിന്നെ നെഹ്റുവിൻ്റെ ആസൂത്രണ കമ്മീഷൻ്റെ ബന്ധപ്പെട്ടത്. പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കണം നമ്മൾ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങൾ. ഫിലായ് ആരാണ് സഹായം നൽകിയത്? സോവിയറ്റ് യൂണിയനാണ്. ഫിലായ് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ആരാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഫിലായും ബൊക്കാറോവും സോവിയറ്റ് യൂണിയനും. റൂർക്കേല ജർമ്മനിയാണ്. സഹായം നൽകിയ രാഷ്ട്രം ഏതാണ്? റൂർക്കേല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടനാണ് കേട്ടോ. ഇനി നമ്മൾ അത് താഴോട്ട് വരുമ്പോൾ എഞ്ചിനീയറിംഗ്, കാർഷിക ഗവേഷണം, ടൂറിസം, ആസൂത്രണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ സാധ്യതകൾ വിശകലനം ചെയ്യുന്നതാണ്. അത് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്ന് വന്നിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹോമി ജെ ഫാവയുടെയും അതുപോലെ SN ഭട്നാഗറിനെയൊക്കെ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇവരെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും തന്നിട്ടുണ്ട് ആ ഒരു ചാപ്റ്ററിൽ തന്നെ. പിന്നെ വിക്രം സാരാഭായ് കണ്ടോ, വിക്രം സാരാഭായിയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിക്രം സാരാഭായ് ആരാണ്? ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായി ആണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ, അതായത് VSSCയുടെ എന്നും പേര് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ആളുടെ ബോക്സ് തന്നിട്ടുള്ളത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം കേട്ടോ. APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ LDC തിരുവനന്തപുരത്തിലെ നമ്മുടെ നിലവിലത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം APJ അബ്ദുൽ കലാമിനെ കുറിച്ച് സ്കൂൾ ടെസ്റ്റിൽ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പം ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ 11ാമത്തെ കേട്ടോ, ഓർത്തുവെച്ചോ, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയുടെ പരിപോഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. മിസൈൽ മാൻ എന്നൊക്കെ അറിയപ്പെടുമല്ലോ. അപ്പോൾ ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ SLV-3യും PSLVയും വികസിപ്പിച്ചു. അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ എന്താ നോക്കാം. വിദ്യാഭ്യാസം. ഇതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോത്താരി. PSC സ്ഥിരമായിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോത്താരി. പിന്നെ കമ്മീഷനുകളും ലക്ഷ്യങ്ങളും ശുപാർശകളും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് കമ്മീഷൻ വിദ്യാഭ്യാസപരമായിട്ടാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 എന്തായിരുന്നു ലക്ഷ്യം? എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ 1948. ശുപാർശകൾ എന്താണ്? കമ്മീഷൻ്റെ പഠന റിപ്പോർട്ടുകൾ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി കമ്മീഷൻ രൂപീകരിക്കണം, UGC. അപ്പോൾ UGC ഒക്കെ രൂപീകരിച്ചത് ഏത് കമ്മീഷൻ വെച്ചാണ്? ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ 1948 കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. അതിന് ശുപാർശകളായിട്ട് വരുന്നത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്നാണ്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 1964. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964. എന്താണ്
അതിൻ്റേത്? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. അതിനകത്താണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറയുന്നത്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. പിന്നെ 1986 ദേശീയ വിദ്യാഭ്യാസ നയം NP നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ രൂപീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ അതായത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക. സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം കേട്ടോ. പിന്നെ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. അടുത്തത് നമ്മുടെ ബോക്സിൽ തന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ രചനയാണ്? ഗ്രന്ഥമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസ മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വന്നു കേട്ടോ. ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ സാംസ്കാരിക നേട്ടങ്ങളെക്കുറിച്ചുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ തന്നിട്ടുണ്ട്. സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. ബോക്സിൽ തന്നെയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. സംഗീത നാടക അക്കാദമി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. സംഗീത നാടക അക്കാദമി ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം വരുന്നത്. അടുത്ത ലളിതകലാ അക്കാദമി പ്രവർത്തനം എന്താണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരമാണ് ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിൻ്റെ എല്ലാ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. പിന്നെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്താണ്? അതിൻ്റെ പ്രവർത്തനം എന്താണ്? കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ സ്ഥാപനങ്ങളിലേക്ക് നിലവിലെ ചെയർമാൻമാരുടെ പേരൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. ഇതിൻ്റെ എല്ലാം ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കറണ്ട് അഫെയർസ് സീരീസിൽ, ഈ സ്ഥാപനങ്ങളിലെ എല്ലാം നിലവിലെ ചെയർമാൻമാരുടെ എല്ലാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകണേ. അടുത്തത് വിദേശ നയം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും ലോകത്തിലെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് അന്ന് പറഞ്ഞത് ആരാന്നൊക്കെ പേശി ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിലെ വരികളാണ്. 1947 ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഇത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. SCI ടെസ്റ്റിൽ സ്പെഷ്യൽ ഐക്കണിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായി സൗഹാർദ്ദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു കേട്ടോ. നെഹ്റുവിൻ്റെ വാക്കുകളാണ്. പിന്നെ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ് ചൂടുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഏതൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലെ വിശ്വാസം, അതുപോലെ തന്നെ സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ,
വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഏതൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ പഞ്ചശീല തത്വങ്ങളെക്കുറിച്ച് ഒരു ഇത് തന്നിട്ടുണ്ട്. പഞ്ചശീല തത്വങ്ങൾ എന്താണ്? 1954 ചൈനയുമായുള്ള അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ വരുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് ബേസ് ചോദിക്കുന്നതാണ്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈന ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആ കരാർ എന്താണെന്ന് നോക്കാം. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, അതുപോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്നതാണ് കേട്ടോ പഞ്ചശീല തത്വങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ അതിന് വരുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അഭയാർത്ഥി പ്രവാഹവും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും ആരായിരുന്നു? ലയന കരാർ സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ VP മേനോനുമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. പിന്നെ ഭരണഘടനയും പൊതു തെരഞ്ഞെടുപ്പ് 1950 ജനുവരി 26 ബോക്സിൽ തന്നെയാണ്. എന്താണ്? രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ. പിന്നെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ, സാമ്പത്തിക നയം, പ്ലാനിംഗ് കമ്മീഷന്, പഞ്ചവത്സര പദ്ധതികൾ, ശാസ്ത്ര പുരോഗതിയും വിദ്യാഭ്യാസവും, ഗവേഷണ സ്ഥാപനങ്ങൾ, ബഹിരാകാശ രംഗം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ, സാംസ്കാരികം, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, വിദേശ നയം, ചേരിചേരായ്മ, പഞ്ചശീല തത്വങ്ങൾ കേട്ടോ. പഞ്ചശീല തത്വങ്ങൾ, ചേരിചേരായ്മ, പഞ്ചശീല തത്വങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ അത്രയുള്ള ആ ചാപ്റ്റർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് വസ്തുതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ 1989 62ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ ആൻസർ ഓപ്ഷൻ D ആണ് വരുന്നത്. അത് 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഒരു SAT ടെസ്റ്റിലെ ചാപ്റ്റർ വെച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 9ാം ക്ലാസ്സിലെ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ വന്നിരിക്കുന്നത്. അത് നമുക്ക് ആ ചാപ്റ്ററോടെ നോക്കാം. 9ാം ക്ലാസ്സിലെ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. അപ്പോൾ അതിനകത്ത് തുടക്കം തന്നെ പറഞ്ഞിരിക്കുന്ന ആദ്യ വോട്ടർ നെഗി വീണ്ടും ബൂത്തിലേക്ക് കേട്ടോ. ഇദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചല്ലോ. അപ്പോൾ ശ്യാം ശരൺ നെഗി. അപ്പോൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സ്ഥിരമായിട്ട് വീഴ്ച ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവാം. നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പുകൾ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു. ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു. ഭരണാധികാരികൾ ജനാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കാരണമാകുന്നു കേട്ടോ. പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്കറിയാം 2 തെരഞ്ഞെടുപ്പ് രീതികളുണ്ട്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുണ്ട്, പരോക്ഷ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്താണ്? അത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാം പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. നമുക്ക് അതായത് നമ്മൾ സാധാരണ ആസ് എ കോമൺ മാൻ, അത് സാധാരണ ഒരു ജനത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാം പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ജയിപ്പിച്ചു വിട്ട ആളുകൾ, അതായത് നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ ജനപ്രതിനിധികൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ലോകസഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ തന്നെ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുകളാണ്. പിന്നെ പരോക്ഷ തെരഞ്ഞെടുപ്പുകളുടെ ഉദാഹരണമായിട്ട് വരുന്നത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ മെമ്പറിൻ്റെ തെരഞ്ഞെടുപ്പ് കേട്ടോ. അറിയാലോ.
പിന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഈ സമ്പ്രദായം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് താഴെ പറഞ്ഞ രീതിയിലാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ ലഭിക്കുന്ന ആൾ അത് വേണ്ടല്ലോ, അതറിയാവുന്ന കാര്യമാണ്. പിന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, പിന്നെ നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിലൊക്കെ തന്നിട്ടുണ്ട്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം അറിയാമല്ലോ, 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് വരുന്നത്. കാര്യങ്ങൾ അറിയാമല്ലോ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 140 നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ ടോട്ടൽ ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 540 ലോക്സഭാ മണ്ഡലങ്ങളാണ് വരുന്നത്. പിന്നെ സംവരണ മണ്ഡലങ്ങളെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സംവരണ മണ്ഡലങ്ങൾ ലോകസഭയിൽ ഇന്ത്യയുടെ മൊത്തം ലോകസഭയിൽ 84 സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ടോട്ടൽ ലോകസഭയിൽ 84 സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. 47 സീറ്റുകൾ പട്ടികവർഗ്ഗക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ലോകസഭയിൽ 2 സീറ്റുകൾ മാത്രമാണ് സംവരണ സീറ്റുകളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു വേണ്ട, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ തന്നേക്കുന്ന ഒരു ഇതാണ്, അതായത് 1905 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പ്. ശ്രീമൂലം പ്രജാസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിന് അർഹരായവർ ആരൊക്കെയാന്ന് നോക്കാം. വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവർ, വാർഷിക വരുമാനം 2000 രൂപയിൽ കുറയാത്തവർ എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം കണ്ടോ, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ, അത് ബോക്സിൽ തന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതേപോലെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. നോക്കാം നമുക്ക്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം 1950 ജനുവരി 26 ഭരണഘടനയിൽ നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടനാ അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 1989 61-ാം ഭരണഘടനാ ഭേദഗതി വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച് കണ്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മുടെ ഇത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരാളെ സാമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് ബോക്സ് തന്നിട്ടുണ്ട്. നിർദ്ദിഷ്ട ഫോറം 6-ൽ അപേക്ഷിക്കണം. അതുപോലെ തന്നെ ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. സമ്മതിദാന പ്രദേശത്ത് 6 മാസ കാലയളവിൽ താമസക്കാരനാവണം കേട്ടോ. പിന്നെ മാറുന്ന വോട്ടിംഗ് രീതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം. ബോക്സിൽ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറുന്ന വോട്ടിംഗ് രീതികൾ. ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് കാലത്തെ വോട്ടിംഗ് രീതിയിൽ ഇന്ന് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓരോ സ്ഥാനാർത്ഥികളുടെയും പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും പ്രദർശിപ്പിച്ച പ്രത്യേക ബാലറ്റ് പെട്ടികൾ പോളിംഗ് ബൂത്തിൽ സജ്ജീകരിക്കുകയും സമ്മതിദായകർക്ക് തങ്ങൾക്ക് ലഭിക്കുന്ന എഴുതാത്ത ബാലറ്റ് പേപ്പർ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന വോട്ടിംഗ് രീതിയായിരുന്നു ആദ്യത്തെ 2 പൊതു തെരഞ്ഞെടുപ്പിൽ പിന്തുടർന്നത്. പിന്നെ നടന്ന സമ്മതിദായകർ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ സ്ഥാപിച്ച ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് 2-ാം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നത്. 1990-കളുടെ അവസാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് രാജ്യത്ത് എല്ലായിടത്തും തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു കേട്ടോ, അതറിയാലോ. പിന്നെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള പ്രായപരിധിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായം 35 ആണ്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി 35 വയസ്സാണ്. ഏറ്റവും കുറഞ്ഞ പ്രായമാണ് മത്സരിക്കാനുള്ള, 35 വയസ്സാണ്. പിന്നെ രാജ്യസഭ 30. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതായത് രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ ടോപ്പായിട്ടിരിക്കുന്ന ആളല്ലേ. അപ്പോൾ രാഷ്ട്രപതി അദ്ദേഹമില്ലാത്ത സമയത്ത് ഉപരാഷ്ട്രപതി, അങ്ങനെ ഓർത്ത് വെച്ചു. അപ്പം അവർക്ക് രണ്ടുപേർക്കും 35 വയസ്സ്. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും പ്രായപരിധി 35 വയസ്സ് ആയിരിക്കും മത്സരിക്കാനുള്ള മിനിമം പ്രായപരിധി. അതുപോലെ തന്നെ രാജ്യസഭ 30. അതിൽ താഴെയല്ലേ രാജ്യസഭാ മെമ്പർ വരുന്നത്. അപ്പോൾ രാജ്യസഭ 30. പിന്നെ ലോകസഭ സംസ്ഥാന നിയമസഭ 25 വയസ്സ് കേട്ടോ. ലോകസഭ സംസ്ഥാന നിയമസഭ 25 വയസ്സ്. പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ നഗരസഭകൾ, പഞ്ചായത്തിലും നഗരസഭയിലും മത്സരിക്കാൻ 21 വയസ്സാണ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് LDC പോലുള്ള എക്സാംസിന്. അടുത്തത് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് തന്നിട്ടുണ്ട്. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആണ് കേട്ടോ, അന്ന് ഓർത്ത് വെച്ചോ. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ.
പിന്നെ പത്രിക നാളെ മുതൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, ബോക്സിൽ തന്നിട്ടുണ്ട്. പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുക ഉണ്ടായി കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ ഇത് മിക്കവാറും ചോദിക്കും. കാരണം കണ്ടോ, ഇതൊരു ബോക്സ് പോലെ തന്നിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, അതായത് വോട്ടെണ്ണൽ വോട്ടെടുപ്പ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളായിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, അതുപോലെ തന്നെ വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. ഇത്രയുമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളായിട്ട് വരുന്നത്. 1 മാർക്ക് ഉറപ്പിച്ചോ, അടുത്ത എക്സാംസിന് ചോദിക്കാം. ഇനി അടുത്തത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, നീക്കം ചെയ്യൽ തുടങ്ങിയ നടപടിക്രമങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ പ്രദേശത്തെ BLOയെ, അതായത് BLO എന്താണ്, ബൂത്ത് ലെവൽ ഓഫീസർ സമീപിച്ച് വിവരം ശേഖരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനഭിലഷണീയ പ്രവണതകളാണ് പറയുന്നത്. അതായത് പണത്തിൻ്റെ സ്വാധീനം, അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അമിതമായി പണം ചെലവഴിക്കുന്നു. ഇതൊന്നും നടക്കാത്തതാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് കേട്ടോ. അതായത് പിന്നെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള അതിക്രമങ്ങൾ ഏതൊക്കെയാണ്? പോളിംഗ് ദിനത്തിലുണ്ടാകുന്ന അതിക്രമങ്ങൾ, തിരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്തുപിടുത്തവും, പിന്നെ ജാതി മത വിഭാഗങ്ങളുടെ സ്വാധീനം, സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതി മത പരിഗണനകൾ സ്വാധീനം ചെലുത്തുന്നു. പിന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. പാർലമെൻറ്റിലും നിയമസഭകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ബോക്സിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ നിഷേധ വോട്ട്, നോട്ട, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളുടെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന നിഷേധ വോട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് അവസാനമായി ഉൾപ്പെടുത്തിയ നോട്ട എന്താണ്? നൺ ഓഫ് ദ എബോവ് ബട്ടൺ അമർത്തി നിഷേധ വോട്ട് രേഖപ്പെടുത്താം. പിന്നെ ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം, സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും ഒപ്പം ചിത്രം കൂടി പ്രദർശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സ്ഥാനാർത്ഥിക്കെതിരെ അതേ പേരുള്ള അപരന്മാർ വ്യാപകമായതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ തീരുമാനിച്ചത്. നിരക്ഷരരായ വോട്ടർമാർക്ക് പോലും അവരുടെ വോട്ടവകാശം ശരിയായി വിനിയോഗിക്കാൻ ഇത് സഹായകമാവും. പിന്നെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളും എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തത്. പിന്നെ ഗവൺമെൻറ്റിനെയും ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന പൊതുജനാഭിപ്രായം അത് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലകളാണ് പറയുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ദേശീയ പാർട്ടി എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയെ അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ 6% 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി നേടിയിരിക്കണം. കൂടാതെ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റുകളും ലഭിച്ചിരിക്കണം. പിന്നെ സംസ്ഥാന പാർട്ടി എന്താണ്? ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി പരിഗണിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കണം. പിന്നെ നമ്മുടെ മുന്നണി രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പും തന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി കേന്ദ്രത്തിലെ പ്രധാന മുന്നണികൾ പ്രതീക്ഷയോടെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ പഴയതാണ്, തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും തന്നിട്ടുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, പരോക്ഷ തെരഞ്ഞെടുപ്പ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്താണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്താണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ കേട്ടോ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, അതോടെ ഒന്ന് ഒട്ടു വെച്ചോണം. തെരഞ്ഞെടുപ്പുകൾ 2 രീതിയിലുണ്ട്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്താണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിൽ വരുന്നത്.
അതുപോലെ തന്നെ പരോക്ഷ തെരഞ്ഞെടുപ്പ് വരുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഘടനാ ചുമതലകളൊക്കെ നോക്കിയിട്ട് പോകണം. പിന്നെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം, ന്യൂനതകൾ, പരിഷ്കാരങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകണം. രാഷ്ട്രീയ പാർട്ടികൾ, ദേശീയ പാർട്ടികൾ, സംസ്ഥാന പാർട്ടികൾ, പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവചനശാസ്ത്രം അത് നോക്കണ്ട. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വന്നിരിക്കുന്നത്. അതായത് ഏതാണ് തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. രാജ്യസഭയിലെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നോക്കാം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ചു യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അത് നമുക്കറിയാം, രാജ്യസഭയുടെ അംഗീകാരം വേണം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആവശ്യം ഉണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. അപ്പോൾ എന്താണ്, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ NCERT ടെസ്റ്റിലെ +1 NCERT ടെസ്റ്റിലെ +1 നിയമനിർമ്മാണ സഭ എന്ന ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചങ്ങ് പോവാം. ആദ്യം ആ ക്വസ്റ്റ്യൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അതേണ്ട, രാജ്യസഭ പാർലമെൻറ്റിൻ്റെ സഭകളിലേക്കുമുള്ള പ്രാതിനിധ്യ അടിസ്ഥാനം വ്യവസ്ഥിതമാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പരോക്ഷമായ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികൾ MLAമാർ അഥവാ അവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ രാജ്യസഭയുടെ ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ, രാജ്യസഭ പ്രവർത്തനം എന്താണ്? വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം കണ്ടെത്തുക. 2014 നോക്കണ്ട. പിന്നെ ലോകസഭയെക്കുറിച്ച് തന്നിട്ടുണ്ട്. പാർലമെൻറ്റ് പിന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പാർലമെൻറ്റ് ചെയ്യുന്നത് എന്തെല്ലാമാണെന്ന് വന്നിട്ട് നമ്മുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട് NCERT +1 ടെസ്റ്റിൽ. അപ്പോൾ നോക്കാം, നിയമനിർമ്മാണ ചുമതലകൾ കേട്ടോ. പാർലമെൻറ്റ് ചെയ്യുന്ന പ്രത്യേക നിയമനിർമ്മാണ ചുമതലകൾ. ജസ്റ്റ് ഒന്ന് വായിക്കാൻ കേട്ടിരുന്നു. നിയമനിർമ്മാണ ചുമതലകൾ എന്ന് പറയുമ്പോൾ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെൻറ്റാണ്. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ മുഖ്യ ചുമതലയെങ്കിലും പലപ്പോഴും പാർലമെൻറ്റ് നിയമനിർമ്മാണത്തിന് അംഗീകാരം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു ബില്ലിൻ്റെ കരട് തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരാണ്. ഒരു ബില്ലിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ അവതരണ സമയവും തീരുമാനിക്കുന്നത് ക്യാബിനറ്റാണ്. ക്യാബിനറ്റിൻ്റെ അംഗീകാരമില്ലാത്ത പ്രധാന ബില്ലുകളൊന്നും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല കേട്ടോ. പിന്നെ മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്ക് പാർലമെൻറ്റിൽ ബില്ലുകൾ അവതരിപ്പിക്കാമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വ നിർവഹണം ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതായത് കാര്യനിർവഹണം വിഭാഗം അതിൻ്റെ അധികാര പരിധി ലംഘിക്കുന്നില്ലെന്നും തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വം പുലർത്തുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. പാർലമെൻറ്റിൻ്റെ ഈ ചുമതലയെക്കുറിച്ച് ഈ അധ്യായത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വിശദമായി നമുക്ക് നോക്കാം. പിന്നെ സാമ്പത്തിക ചുമതല. ഗവൺമെൻറ് പല കാര്യങ്ങളിലും വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. അപ്പം സാമ്പത്തിക ചുമതലയോടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ പ്രാതിനിധ്യം. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാദേശിക, സാമൂഹ്യ, സാമ്പത്തിക മതവിഭാഗങ്ങളുടെ വീക്ഷണങ്ങളെ പാർലമെൻറ്റ് പ്രതിനിധാനം ചെയ്യുന്നു. പിന്നെ ചർച്ചാപരമായ ചുമതല. രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ചർച്ചാവേദിയാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അതറിയാമല്ലോ. പിന്നെ ഭരണഘടനാപരമായുള്ള ചുമതലകൾ. ഭരണഘടനാ ഭേദഗതി ചെയ്യാനും നടപ്പിലാക്കാനും പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഈ പ്രവർത്തനത്തിൽ പാർലമെൻറ്റിൻ്റെ 2 സഭയ്ക്കും തുല്യ അധികാരമാണുള്ളത് ഭേദഗതി വരുമ്പോൾ കേട്ടോ. എല്ലാ ഭരണഘടനാ ഭേദഗതികളും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. പിന്നെ തെരഞ്ഞെടുപ്പ് ചുമതല. തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചില ചുമതലകൾ പാർലമെൻറ്റ് നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റാണ്.
പിന്നെ നീതിന്യായ ചുമതലകൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ പുറത്താക്കുന്നതിനുള്ള നിർദ്ദേശം പരിഗണിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൻ്റെ നീതിന്യായ ചുമതലക്കാണ്. പിന്നെ രാജ്യസഭയുടെ അധികാരങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് വെച്ച് രാജ്യസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ്? ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക. പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉപരാഷ്ട്രപതി നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് ആരാണ്? രാജ്യസഭയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്തു. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെൻറ്റ് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലോക്സഭയുടെ അധികാരങ്ങളും അടുത്ത ബോക്സിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നു. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. ഇവിടെ ധനേതര ബില്ലുകൾ മാത്രമാണ്. ഇവിടെ ലോക്സഭയിൽ ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. നികുതി ചുമത്തൽ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, തീരുമാനങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു. പിന്നെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്തു. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു കേട്ടോ. ലോക്സഭയുടെ അധികാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭയുടെ രാജ്യസഭയുടെ അധികാരങ്ങൾ. അപ്പം തിരുവനന്തപുരത്തിൽ രാജ്യസഭയുടെ അധികാരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പോൾ ലോക്സഭയുടെ അധികാരങ്ങൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ ഒരു ചാപ്റ്റർ നമ്മൾ താഴോട്ട് വരുമ്പോൾ എങ്ങനെയാണ് പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്നതെന്നൊക്കെ തന്നിട്ടുണ്ട്. അതായത് കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നു, ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയിൽ നടത്തുന്നു, കാര്യങ്ങൾ അത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ വിവിധ തരം ബില്ലുകൾ എന്ന് തന്നിട്ടുണ്ട്. വിവിധ തരം ബില്ലുകളുണ്ട്. അത് ഏതൊക്കെ ബില്ലുകളാണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് ബില്ലുണ്ട്, സ്വകാര്യ ബില്ലുണ്ട്, ധനേതര ബില്ലുണ്ട്, ധനബില്ലുണ്ട്, സാധാരണ ബില്ലുണ്ട്, ഭരണഘടനാ ഭേദഗതി ബില്ലുണ്ട് കേട്ടോ. ധനേതര ബില്ലുകൾ ഓക്കെ. അനുച്ഛേദം 109 പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട്. അനുച്ഛേദം 109 എന്താണ്? ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങളാണ് അനുച്ഛേദം 109. ആർട്ടിക്കിൾ 109 ആണ് ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങൾ. ഒരു ധനബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ധനബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. പാർലമെൻറ്റ് നിയന്ത്രണത്തിനുള്ള ഉപാധികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പര്യാലോചനകളും ചർച്ചകളും, നിയമങ്ങൾ അംഗീകരിക്കൽ അല്ലെങ്കിൽ തിരസ്കരിക്കൽ, സാമ്പത്തിക നിയന്ത്രണം, അവിശ്വാസ പ്രമേയങ്ങളും. പിന്നെ നമ്മൾ ആ ഒരു ചാപ്റ്റർ താഴോട്ട് വരുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർലമെൻ്ററി കമ്മിറ്റികൾ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിനടുത്തൊരു കോട്ട് തന്നിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത എക്സാമിനൊക്കെ ചോദിക്കാൻ വളരെ പരീക്ഷ കടുപ്പിക്കുകയാണെങ്കിൽ ഈ കോട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. നിയമനിർമ്മാണ സഭയുടെ സ്വഭാവം പരിഗണിക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിൽ മാത്രമാണ് നിയന്ത്രണങ്ങൾ ഉള്ളത്. എന്നാൽ അതിൻ്റെ സത്തയിൽ നോക്കിയാൽ നിയമനിർമ്മാണ സഭയുടെ പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തിന് നിയന്ത്രണങ്ങളോ പരിമിതികളോ ഇല്ല എന്ന് പറഞ്ഞതാരാണ്? NV ഗാഡ്ഗിലാണ് കേട്ടോ. NV ഗാഡ്ഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷ കടുപ്പിക്കുവാണെങ്കിൽ ഇതൊക്കെ ചോദിക്കാം. അത്രയൊന്നും കടുപ്പിച്ച് വരത്തില്ല, ചിലപ്പം ആയാലൊരു ഇതുള്ളൂ. പിന്നെ നമുക്ക് ഒരു ചാപ്റ്റർ വരുന്നത് അത്രയുള്ള ആ ഒരു ചാപ്റ്റർ വരുന്നത് കേട്ടോ. ഒരു ബില്ല് നിയമമായി മാറുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ നോക്കാം. ഒരു ബില്ല് ചർച്ചയ്ക്കെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കുന്നു. ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയിട്ട്
വിട്ടില്ലെങ്കിൽ പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു എന്ന് എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി അടുത്ത സഭയിലേക്ക് അയക്കുന്നു, അത് പാസ്സാവുകയും ചെയ്തു. ബില്ല് നിർദ്ദേശിക്കപ്പെട്ട സഭയിൽ തന്നെ പാസ്സാക്കുന്നു. ബില്ലിൻ്റെ ഓരോ വകുപ്പും വായിക്കുകയും അത് വോട്ടിനിടുകയും ചെയ്യുന്നു. ബില്ല് സബ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. കമ്മിറ്റി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി സഭയുടെ ചർച്ചയ്ക്ക് അയക്കുന്നു. ബന്ധപ്പെട്ട മന്ത്രി ബില്ലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭയിൽ വിശദീകരിക്കുന്നു. നിയമ മന്ത്രാലയം ബില്ലിൻ്റെ കരട് തയ്യാറാക്കുന്നു. ഇത്രയുമാണ് നമ്മളൊരു ബില്ല് ആവുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്ററോട്ട് വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. ശരിയാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അംഗങ്ങളായി വരുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായി വരുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ശരിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായിട്ട് വരുന്നത്. അത് ശരിയായിട്ടുള്ളത്. അപ്പോൾ 1, 2, 4 ഇവിടെ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 1, 2, 4 അപ്പോൾ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയൊക്കെ കുറിച്ച് നമ്മൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ റിവിഷൻ ക്ലാസ്സിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ മാക്സിമം ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആയിരുന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ എ 1 മാൻസുഖ് മാണ്ഡവ്യയാണ്. അപ്പം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട്. 1 ശരിയെന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. ഇദ്ദേഹത്തിന് വേറൊരു വകുപ്പുണ്ട്, തൊഴിൽ വകുപ്പോടുണ്ട് മൻസുഖ് മാണ്ഡവ്യയ്ക്ക്. അപ്പോൾ നമ്മൾ കേന്ദ്ര മന്ത്രിസഭയെ വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാക്സിമം അതുകൊണ്ടൊന്ന് കാണാൻ നോക്കുക. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് കറണ്ട് അഫയർ പാർട്ടിയിൽ നിന്ന് 1 മാർക്ക് ഷുവറാണ്. ഇനി വരുന്ന പരീക്ഷയ്ക്കെല്ലാം ചോദിക്കാം. മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ അതായത് പരീക്ഷയ്ക്ക് ആവശ്യമായ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഭരണഘടനയും കാര്യങ്ങളും ഒക്കെ റാങ്ക് ഫയൽ വെച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമ്മൾ സ്കൂൾ ടെസ്റ്റിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്, തിരുവനന്തപുരം LDC ചോദിച്ച ക്വസ്റ്റ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം വളരെയധികം എനിക്ക് തോന്നുന്നു വളരെയധികം നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ക്ലാസ് ആയിരുന്നു നമ്മൾ എടുത്തത്. അപ്പം മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനോട് അങ്ങ് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നമ്മുടെ ലൈക്ക് ചെയ്യണം. മാക്സിമം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് കൂടെ ചെയ്യണം. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യണം ടെലഗ്രാം ചാനലിലൂടെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. അപ്പം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.